പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചെറിയ കുഞ്ഞുങ്ങൾ കയ്യിലിരിക്കുന്ന സമയത്ത് അമ്മയെയോ അച്ഛനെയോ ഇടയ്ക്ക് പിച്ചുന്നു, മാന്തുന്നു, മുഖത്തേക്ക് അടിക്കുന്നു, മുഖത്തെ സൈഡിൽ ചെവിയിലൊക്കെ പിടിച്ചു വലിക്കുന്നു. അമ്മ വേദന കൊണ്ട് ചിലപ്പോൾ കുഞ്ഞിൻ്റെ മുമ്പ് കരഞ്ഞു കാണിച്ചു എന്ന് വരാം. കരയുന്ന കാണുമ്പോൾ കുഞ്ഞിന് ഭയങ്കര സന്തോഷം, കൊച്ചിങ്ങനെ കൈകൊട്ടിച്ചിരിക്കുന്നു. ചില സമയത്ത് ഈ വേദന വരുന്ന സമയത്ത് അമ്മമാര് ചിരിക്കും. കാരണം കുഞ്ഞല്ലേ ചെയ്യുന്നത്, സ്നേഹം കൊണ്ട് അവർ ചിരിക്കുന്നതാണ്. കുഞ്ഞ് വീണ്ടും ഇത് ചെയ്യും. കാരണം കുഞ്ഞ് നിങ്ങളെ ഉപദ്രവിച്ചതിന് ശേഷം നിങ്ങളുടെ റിയാക്ഷൻ അറിയുന്നതിന് വേണ്ടി കുഞ്ഞ് നോക്കി നിൽക്കും. അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ നൽകുന്ന സന്ദേശം ഈ കുട്ടികൾ മനസ്സിലാക്കുന്നത് നമ്മളിങ്ങനെ അവരെ പിച്ചുകയോ മാന്തുകയോ എല്ലാം കുട്ടികൾ ചെയ്യുന്ന സമയത്ത് കാണുന്നവർ ഇത് ആസ്വദിക്കുന്നു. നിങ്ങളുടെ റിയാക്ഷൻ കാണുമ്പോൾ കുട്ടികൾക്ക് ഇത് ഒരു സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത്. അതിനുവേണ്ടി കുട്ടികൾ വീണ്ടും വീണ്ടും നിങ്ങളെയോ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു കുട്ടികളെയോ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഈ കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കുന്ന ആൾക്കാരെയോ ഈ കുഞ്ഞ് വീണ്ടും ഉപദ്രവിച്ചു എന്ന് വരാം. 6 മാസമായ കുഞ്ഞുങ്ങൾ മുതൽ ഇതേ സ്വഭാവം കാണിച്ചു എന്ന് വരാം. ചെറുതിലെയുള്ള കുട്ടികളുടെ ഒരു സ്വഭാവം, ചിലപ്പോൾ ഈ അക്രമവാസന കുട്ടികൾ തുടർന്ന് മുന്നോട്ട് പോയി എന്ന് വരാം. എന്നാൽ ഈ ഒരു ശീലം നിങ്ങൾ തുടക്കത്തിലെ മാറ്റിയെടുക്കേണ്ടത് നല്ല ഒരു സ്വഭാവശീലം കുട്ടികൾക്ക് രൂപീകരണത്തിന് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് നിങ്ങൾ സന്തോഷിക്കുന്നതിന്റെയോ കരയുന്നതിന്റെയോ ഗസ്റ്റേഴ്സ് അല്ല കാണിച്ചു കൊടുക്കേണ്ടത്. പകരം ശക്തമായ ഒരു താക്കീത് നിലയ്ക്ക് നോ, ഇങ്ങനെ ചെയ്യരുത് എന്ന് കുട്ടികളുടെ മുമ്പ് വ്യക്തമായി കാണിച്ച് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന 6 മാസം മുതൽ പ്രായമായ കുട്ടികൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് അവരുടെ അമ്മമാർ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ ഉദ്ദേശിക്കുന്നതെന്ന്. രണ്ടാമത് അവർ വീണ്ടും ചെയ്യാൻ ശ്രമിച്ചാൽ വീണ്ടും അവരോട് നോ എന്ന നിർദ്ദേശം തന്നെ നൽകണം. ഇങ്ങനെ ക്രമേണ കുട്ടികൾ സ്വയം മനസ്സിലാക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്, പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും അവരെ ഉപദ്രവിക്കുന്നത് നല്ല ശീലമല്ല എന്ന് ചെറിയ കുട്ടികൾ തിരിച്ചറിയും. കുട്ടികളെ ഒരിക്കലും അപ്പൂപ്പനോ അമ്മൂമ്മയോ അച്ഛനോ അമ്മയോ ഒന്നും തന്നെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് നാളെ പുറത്തു പോയി ഓടിക്കളിക്കുന്ന പ്രായത്തിലാണെങ്കിൽ പോലും കുട്ടികൾ പുറത്തു പോയി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് കാരണമാകും. ഇത് എല്ലാ മാതാപിതാക്കളുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ.